കുറച്ച് നാളുകൾക്ക് മുൻപ് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ഒരുപാട് തവണ ഹോസ്പിറ്റൽ വിസിറ്റുകൾ ഉണ്ടായിരുന്നു. ഓമി ജനിച്ച് കുറച്ചു നാളുകളായപ്പോൾ ഓമിക്ക് ആദ്യ പനി വന്ന സമയം പോലും സിന്ധു കൃഷ്ണയ്ക്ക് ഒരു സമാധാനമില്ലായിരുന്നു. അന്നും സിന്ധുവിന്റെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു. ചില വ്ലോഗുകളെല്ലാം അത് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ആശുപത്രി കിടക്കയിലുണ്ടതും മക്കളെല്ലാവരും വീഡിയോ കോൾ ചെയ്യുന്നതുമെല്ലാം സിന്ധുവിന്റെ വ്ലോഗിൽ കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്ന വാർത്ത കേട്ട് എല്ലാവർക്കും വളരെയധികം വിഷമമാണ് ഈ കുടുംബത്തോട് പങ്കുവയ്ക്കാനുള്ളത്. സിന്ധു കൃഷ്ണയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നും സിന്ധു കൃഷ്ണയുടെ കുടുംബത്തിനും ഇത് സംഭവിച്ചല്ലോ എന്നുമാണ് പലരും പറയുന്നത്. താരത്തിന്റെ അച്ഛന്റെ മരണമാണ് ഇപ്പോൾ എല്ലാവരും സ്ഥിരീകരിച്ച് വരുന്നത്. ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ പിതാവും സിന്ധുവിൻ്റെ അച്ഛനും അതുപോലെ ദിയ, അഹാന, ഹൻസിക, ഇഷാനി എന്നിവരുടെ അപ്പൂപ്പനുമായ വ്യക്തി അന്തരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏറെക്കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളിലും രംഗനാഥനെ അലട്ടുന്നുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് രംഗനാഥൻ ഇപ്പോൾ വിട പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും വളരെയധികം വിഷമമായി മാറുന്നതെന്നും പറയുന്നു. സിന്ധു കൃഷ്ണയുടെ വ്ളോഗിലൂടെയും കുട്ടികളുടെ വ്ളോഗിലൂടെയും ഡാഡി എന്ന വിളിപ്പേരും അപ്പൂപ്പൻ എന്ന വിളിപ്പേരും ഒക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ പലരും പല രീതിയിൽ തന്നെയാണ് സിന്ധുവിൻ്റെ അച്ഛനെ വിളിക്കുന്നത്. അപ്പൂപ്പൻ എന്ന കൊച്ചുകുട്ടികൾ ദിയയും അഹാനയും പോലെയുള്ളവർ വിളിക്കുമ്പോൾ സിന്ധുവിൻ്റെ പ്രായമുള്ളവർ സിന്ധുവിൻ്റെ ഡാഡി എന്ന് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കാറുള്ളത്. ഇടയ്ക്ക് ഡാഡിക്ക് വയ്യാതെ ആശുപത്രിയിലായപ്പോൾ പോലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചും എത്തിയിട്ടുണ്ടായിരുന്നു. സിന്ധുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം അഭിമാനമാണ്. കാരണം അച്ഛനെയും അമ്മയും ഒക്കെ ഇപ്പോഴും പൊന്നുപോലെ നോക്കുന്നൊരു വ്യക്തിയാണ് സിന്ധുവിൻ്റെ സഹോദരി മറ്റൊരിടത്താണ്, വിദേശത്താണ്. അതുകൊണ്ട് തന്നെ സിമിയുടെ വാർത്തകളും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരമായി നിൽക്കവേ സിന്ധുവിൻ്റെ വീട്ടിലെ ഈ മരണവാർത്ത ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സിന്ധുവിൻ്റെ സ്ത്രീ എന്ന വീട്ടിലല്ല അച്ഛനും അമ്മയും ഉള്ളത്, മറ്റൊരു വീട്ടിലാണുള്ളത്. ഇടയ്ക്ക് ഓമിയെയും കൊണ്ട് അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണിക്കാനൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഓമിയെ വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ പണ്ട് കുട്ടികളെ എടുത്ത് കളിപ്പിച്ചതുപോലെ ഓമിയെ കളിപ്പിക്കാനുള്ള ഒരു ആരോഗ്യം താരത്തിൻ്റെ അച്ഛന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓമിയുമായി അവസാന നാളുകളെല്ലാം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നന്നായി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി ഞങ്ങൾ കാണുന്നു എന്നും എല്ലാവരും പറയുന്നുണ്ട്. സിന്ധുവിനെ കൂടാതെ സിമി എന്നൊരു മകൾ കൂടിയാണ് രംഗനാഥനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് വേർപാട് സംഭവിച്ചത്. സിമിയുടെ മൂത്ത മകൾ തൻവി സുധീർ ഘോഷിയാണ് ആദ്യം ചരമം അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കാനഡയിൽ കുടുംബസമേതം സെറ്റിൽഡാണ് തൻവി. പൂർണ്ണ ഗർഭിണിയായതിനാൽ തന്നെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തൻവിക്ക് സാധിക്കില്ല. ഏറെ പ്രിയപ്പെട്ട വ്യക്തിയെ അവസാനമായി കാണാൻ കഴിയുകയില്ലല്ലോ എന്ന വേദനയും തൻവി പങ്കുവച്ചു. യാത്ര ചെയ്ത് വന്ന അവസാനമായി അപ്പൂപ്പനെ ഒന്ന് കാണാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന അത്യന്തം വേദനാജനകമാണെന്നായിരുന്നു തൻവി അപ്പോൾ പ്രതികരിച്ച് എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.